നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. വിദേശ വിദ്യാർത്ഥികളോട് കാനഡയ്ക്കൊരു മെസ്സേജ് ഉണ്ടെന്ന് ഇമിഗ്രേഷൻ മന്ത്രി. വിദേശത്തു നിന്നും പഠിക്കാൻ വരുന്നവർ പഠനം പൂർത്തിയാക്കിയ ശേഷം തിരികെ നാട്ടിലേക്ക് വിമാനം കയറാനുള്ള മാനസികാവസ്ഥയിൽ കൂടി വേണം പഠന വിസ നേടേണ്ടതെന്നും കാനഡയിലെത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും PR എന്ന പഴയ നയം തുടരാൻ സർക്കാരിനാവില്ലെന്നും അതിനാൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന രാജ്യമായി കാനഡയെ മാറ്റുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ അടുത്തിടെയുണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ തന്നെ നിരാശപ്പെടുത്തിയെന്നും ഒരു സ്റ്റഡി വിസ കാനഡയിലേക്കുള്ള സ്ഥിരതാമസത്തിന്റെ താക്കോലായി ധരിച്ച വശായി ഇനി ആരും പഠിക്കാൻ എത്തരുതെന്നും മാർക്ക് മില്ലർ കുട്ടികൾക്കുള്ള സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ദുരിതങ്ങളുടെ തീരാമഴ. ഒരു മാസം പെയ്യേണ്ട മഴ 3 മണിക്കൂറിൽ. ടൊറന്റോയിൽ പെയ്തത് റെക്കോർഡ് മഴ. വെള്ളപ്പൊക്കത്തിനും ഹൈവേകളും തെരുവുകളും റെയിൽവേ ട്രാക്കുകളും വെള്ളത്തിനടിയിലായി. നഗരത്തിന്റെ വലിയ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. സബ്വേ സ്റ്റേഷനുകളിൽ വെള്ളപ്പൊക്കമുണ്ടായി. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നഗരത്തിലെ പ്രധാന റെയിൽവേ ഹബ്ബായ യൂണിയൻ സ്റ്റേഷനിലേക്ക് മഴവെള്ളം ഒഴുകിയെത്തി. പ്രാദേശിക സബ്വേ വഴിയും റെയിൽ പാസഞ്ചർ സർവീസ്. നഗരത്തിലെ പ്രധാന റെയിൽവേ ഹബ്ബായ യൂണിയൻ സ്റ്റേഷനിലേക്ക് മഴവെള്ളം ഒഴുകിയെത്തി. പ്രാദേശിക സബ്വേ വഴിയും റെയിൽ പാസഞ്ചർ സർവീസ്, ഗോ ട്രാൻസിറ്റ് കമ്മ്യൂട്ടർ ട്രെയിനുകൾ എന്നിവയെല്ലാം സർവീസ് തടസ്സപ്പെട്ടു. മഴ മൂലമുണ്ടായ കെടുതികൾ നേരിടാൻ ടൊറന്റോ സജ്ജമാണെന്ന് മേയർ ഒലീവിയ ചോ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. കാനഡയിൽ കാർ മോഷണം കുറയുന്നതായി റിപ്പോർട്ടുകൾ. ഇക്വിറ്റ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച പുതിയ റിപ്പോർട്ട് പ്രകാരം 2024 ആദ്യ 6 മാസങ്ങളിൽ വാഹനമോഷണത്തിൽ 17% ദേശീയ ഇടിവ് രേഖപ്പെടുത്തി. ഫെഡറൽ, പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകൾ, നിയമനിർവഹണ ഏജൻസികൾ, കാനഡ ബോർഡർ സർവീസ് ഏജൻസി, ഇൻഷുറൻസ് വ്യവസായം എന്നിവയുടെ സഹകരണത്തോടെയുള്ള നിരന്തര ശ്രമങ്ങളാണ് ഈ പ്രവണതയ്ക്ക് കാരണമെന്ന് ഇക്വിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വർദ്ധിച്ച പൊതു അവബോധം, വിവരങ്ങൾ പങ്കിടൽ എന്നിവ വാഹനമോഷണത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിച്ചതായും റിപ്പോർട്ട് പറയുന്നു. പാരീസ് ഒളിമ്പിക്സിന് കാനഡയിൽ നിന്നും 338 അത്ലറ്റുകൾ. 316 അംഗീകൃത അത്ലറ്റുകളും 22 അംഗീകൃത ഇതര അത്ലറ്റുകളും സപ്പോർട്ട് സ്റ്റാഫും പരിശീലകരും ഉൾപ്പെടെ 338 അത്ലറ്റുകളെ കനേഡിയൻ ഒളിമ്പിക് ടീമിലേക്ക് തിരഞ്ഞെടുത്തതായി കനേഡിയൻ ഒളിമ്പിക് കമ്മിറ്റി അറിയിച്ചു. 22 കനേഡിയൻ ഒളിമ്പ്യന്മാരും 3 പാൻ അമേരിക്കൻ ഗെയിംസ് അത്ലറ്റുകളും ഉൾപ്പെടെ 191 കനേഡിയൻ ഒളിമ്പിക് കമ്മിറ്റി മിഷൻ ടീം അംഗങ്ങൾ പ്രതിനിധി സംഘത്തെ നയിക്കും. കണ്ണൂരിലെ നിധിക്ക് 200 വർഷം പഴക്കമെന്ന് പുരാവസ്തു വകുപ്പ്. കണ്ണൂർ ജില്ലയിലെ ചെങ്ങാളയിൽ മഴക്കുഴി എടുക്കുന്നതിനിടെ കണ്ടെത്തിയത് 200 വർഷം പഴക്കമുള്ള വസ്തുക്കളെന്ന് പുരാവസ്തു വകുപ്പ്. ഇതിൽ ഇൻറ്റോ ഫ്രഞ്ച് നാണയവും വീരരായൻ പണവും അറക്കൽ രാജവംശം ഉപയോഗിച്ച നാണയങ്ങളും ഉൾപ്പെടുന്നു. ഇവ 17-18 നൂറ്റാണ്ടിൽ ഉപയോഗിച്ചതാണെന്നും നിധി കണ്ടെത്തുന്ന സ്ഥലത്ത് കൂടുതൽ പരിശോധനയുടെ ആവശ്യമില്ലെന്നും പുരാവസ്തു വകുപ്പ് പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ച 7% IMF. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലെ വളർച്ച 7% ഉയർന്നുവെന്ന് രാജ്യാന്തര നാണയനിധി വ്യക്തമാക്കി. ഗ്രാമീണ മേഖലയിലെ സ്വകാര്യ ഉപഭോഗത്തിലെ വളർച്ച കണക്കിലെടുത്താണ് വളർച്ച നിരക്കിൽ വർധന രേഖപ്പെടുത്തിയത്. അടുത്ത സാമ്പത്തിക വർഷത്തിലെ വളർച്ച നിരക്ക് 6.5% ആകുമെന്നും IMF വിലയിരുത്തുന്നു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കറി ഹൗസ് മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജം എക്സ്പേർട്ട്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.